ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഇതുവരെ നടത്തിയോ യേബനേസരാകയ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ യേബനേസരാകയ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. കുടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. കുടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സർവശക്തനായവൻ യഹോവ എലോഹീമവൻ സർവമുഴങ്കാലും മടങ്ങിടുമേ. സർവശക്തനായവൻ യഹോവ എലോഹീമവൻ സർവമുഴങ്കാലും മടങ്ങിടുമേ. സർവനാമമേകമായി ഏറ്റുചൊല്ലുമേ അവൻ സർവരാലും വന്ദിതൻ മഹോന്നതൻ. സർവനാമമേകമായി ഏറ്റുചൊല്ലുമേ അവൻ സർവരാലും വന്ദിതൻ മഹോന്നതൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാവീദ് രാജാവിൻ്റെ 18-ാം സങ്കീർത്തനമാണ് നാം ചിന്തിക്കുന്നത്. ദാവീദ് ദൈവസന്നിധിയിലിരുന്ന് തൻ്റെ ജീവിതം അയവിറക്കുന്ന ഒരനുഭവമാണ് 18-ാം സങ്കീർത്തനം. ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതൊരു പാഠമാണ്. ജീവിതം അയവിറക്കുക അത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മാത്രമല്ല, ഓരോ ദിവസവും ആ അനുഭവം ഉണ്ടാകണം. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള നമ്മുടെ ജീവിതത്തെ, അതിൻ്റെ നമുക്കുണ്ടായ ആത്മീയ അനുഭവങ്ങളെ, നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ താഴ്ചകളെ, ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുകയും വന്നുപോയ തെറ്റുകളെക്കുറിച്ച് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ ചെലവഴിച്ചതിന് ശേഷം വേണം നാം ഉറങ്ങുവാൻ പോകാനായി. അതാണൊരു ഭക്തൻ്റെ ജീവിതമാർഗം എന്ന് പറയുന്നത്. അത് എല്ലാവരും അതേപടി അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് ആത്മീയ ഗോളത്തിൽ, ആത്മീയ വളർച്ചയില്ലായ്മയുടെയും കാരണം അതാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് ദാവീദ് വേദനയോടെ ദൈവസന്നിധിയിൽ പറയുന്നതിൻ്റെയും കാരണം അതാണ്. ഇരുളും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെയെന്ന് 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയും.
ഇരുളും വെളിച്ചവും നിനക്ക് ഒരുപോലെ. എന്ന് വെച്ചാൽ പാപം ചെയ്യുന്ന ഒരു മനുഷ്യന് രാത്രിയിൽ ചെയ്താലും പകൽ ചെയ്താലും പാപം പാപം തന്നെയാണ്. ദൈവം കാണാതെ പാപം ചെയ്യാൻ സാധിക്കില്ല. ഏത് സാഹചര്യത്തിൽ പാപം ചെയ്താലും, അത് മറ്റാരും അറിഞ്ഞായാലും അറിയാതെയായാലും എത്ര ഗോപ്യമായിട്ടായാലും അത് ദൈവം കാണുന്നു എന്നുള്ളതായ ബോധം. അതാണ് രാവും പകലും, ഇരുളും പകലും നിനക്ക് ഒരുപോലെ തന്നെയെന്ന്. ഈ ബോധം ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ അവൻ യഥാർത്ഥമായ ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരണം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു വീണ്ടും ജനന അനുഭവത്തിൽ വരുന്ന വ്യക്തിക്ക് മാത്രമേ രാവും പകലും ഒരുപോലെ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് എപ്പോഴും ജീവിക്കുന്നത്, രാത്രിയായാലും പകലായാലും എന്ന് വെച്ചാൽ അതിൽ എനിക്ക് ദൈവമറിയാത്ത ഒരു രഹസ്യ ഭാഗമില്ല. എൻ്റെ ഹൃദയത്തിലെ രഹസ്യം പോലെ ദൈവം അറിയുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ ദയയെയും കരുണയെയും കുറിച്ച് ഓർക്കുന്നുണ്ട്. 18-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം, അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഞാൻ നിലനിന്നത്, ഞാൻ വളർന്നത്. എൻ്റെ ഓരോ ചുവടുവെപ്പുകളിലും ദൈവത്തിൻ്റെ ദയയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കരുണയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. വളർച്ചയുടെ പടവുകളിൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും ദാവീദ് ഓർക്കുകയാണ്. മാത്രമല്ല, ദാവീദ് വരുംകാല തലമുറയെയും കുറിച്ച് ഓർക്കുകയാണ്. എൻ്റെ തലമുറ, എൻ്റെ അവസാനത്തെ വാക്യം മാത്രം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആ ഒരു വരി മാത്രം വായിച്ചു കേൾക്കാം. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ദൈവത്തിൻ്റെ ദയയും കരുണയും ദാവീദിൻ്റെ സന്തതിക്ക് എന്നേക്കും ഉണ്ടാകും. അത് ദാവീദിൻ്റെ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. 132-ാം സങ്കീർത്തനത്തിലും 2 ശമൂവേൽ 7-ാം അധ്യായത്തിലുമെല്ലാം ദാവീദിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ തലമുറയിൽ ഭക്തന്മാരുണ്ടെങ്കിൽ, ദാവീദിൻ്റെ മക്കളിൽ ദൈവമക്കളായിട്ട് ദൈവത്തെ നോക്കി ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന തലമുറ ദാവീദിനുണ്ടെങ്കിൽ ദാവീദിൻ്റെ ഭവനത്തിൽ ആ ദൈവിക ഐശ്വര്യം നിലനിൽക്കുമെന്നാണ് ദൈവം കൊടുത്തതായ ഉടമ്പടി. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ദാവീദിൻ്റെ ഉടമ്പടിയെ ഓർപ്പിച്ചുകൊണ്ടാണ് പുരോഹിതന്മാരുടെ മധ്യസ്ഥത, പുരോഹിതന്മാരുടെ ഓർമ്മയ്ക്കുള്ള കുക്കുലിയോൻ പോലും ചെല്ലുന്നത് ദാവീദിൻ്റെ ഈ ഉടമ്പടിയെ ഓർപ്പിച്ചുകൊണ്ടാണ്. ദാവീദിന് ദൈവം കൊടുത്തതായ ആ ഐശ്വര്യമേറിയ തലമുറയുടെ ഉടമ്പടി നിലനിൽക്കണമെങ്കിൽ ദാവീദിന് ശേഷവും ദാവീദിൻ്റെ മക്കളിൽ ഭക്തന്മാരുണ്ടായിരിക്കണം. ഭക്തന്മാരുണ്ടെങ്കിലേ ഏത് കുടുംബത്തിലും ദൈവത്തിൻ്റേതായ വാഗ്ദത്തം നിവൃത്തിയായി വരികയുള്ളൂ. സഭയും പാടുന്നത് തന്നെയാണ്. സഭയിലെ പുരോഹിതന്മാർ എല്ലാ തലമുറയിലും ഭക്തന്മാരായ പുരോഹിതന്മാരുണ്ടാകുമെങ്കിൽ സഭ പരിശുദ്ധിയുള്ളതായിരിക്കും, ദൈവത്തിൻ്റെ കരുണയുള്ളതായിരിക്കും, സഭ വിശുദ്ധമായി നിലനിൽക്കുമെന്നാണ് പിതാക്കന്മാർ ഓർപ്പിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാവീദിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദാവീദ് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തെറ്റ് തിരുത്താൻ പറ്റാത്തവണ്ണം, നന്നാക്കിയെടുക്കാൻ പറ്റാത്തവണ്ണം ദാവീദിൻ്റെ ഹൃദയം ചീത്തയായി പോയിട്ടില്ല. ദാവീദിൻ്റെ ഹൃദയം ചീത്തയായിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നന്നാക്കിയെടുക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് ദാവീദ് താണുപോയിട്ടില്ല. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പാപം ചെയ്തിട്ടും താണുപോകാതിരുന്നതിൻ്റെ കാരണം 19-ാം സങ്കീർത്തനത്തിൻ്റെ 12-13 വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ ദാവീദിൻ്റെ ആ ജാഗ്രതയോടെയുള്ള പ്രാർത്ഥന നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 19-ാം സങ്കീർത്തനം 12-13 വാക്യം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ദാവീദ് പറയുകയാണ്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? എൻ്റെ പാപം ഗ്രഹിക്കുവാൻ, എനിക്ക് പാപമുണ്ട് എന്നുള്ളത് ഗ്രഹിക്കുവാനുള്ളതായ ഒരു സുബോധം നീ എനിക്ക് തന്നിരിക്കുന്നു. അതെനിക്ക് വേണം. അതാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ഭക്തൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അതാണ്. അവൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുവാനുള്ളതായ സുബോധം അവന് ലഭിക്കുന്നു. 13-ാമത്തെ വാക്യം വായിക്കാം. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ,
അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, പാപം എന്നിൽ മറഞ്ഞിരിക്കാനായിട്ട് ഇടവരരുതേ, പാപം ഒളിച്ചിരിക്കാൻ ഇടവരരുതേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം മൈ ഹാർട്ട് ഷുഡ് നോട്ട് ബി എ ലർക്കിംഗ് പ്ലേസ് ഫോർ സിൻ. പാപത്തിന് ഒളിച്ചിരിക്കാവുന്ന ഒരിടമായിട്ട് എൻ്റെ ഹൃദയം മാറിപ്പോകരുത്. ഇതാണ് ശരിയായ പ്രാർത്ഥന. പാപം വന്നു പോകാം, പക്ഷേ ഒരിക്കലും എൻ്റെ ഹൃദയം പാപത്തിന് ഒളിച്ചിരിക്കാൻ പറ്റിയതായ, പിശാചിന് ഒളിച്ചിരിക്കാൻ പറ്റിയതായ ഒരിടമായി പോകരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദാവീദിന് എല്ലാ വീഴ്ച വന്നെങ്കിലും കരുണ തോന്നി കർത്താവിൻ്റെ ആ പാപബോധത്തിൻ്റെ വചനം കിട്ടി ദാവീദിന് എഴുന്നേറ്റ് പോരാനായിട്ട് സാധിച്ചത്. ഒരു മഹൽ വാക്യം ഇപ്രകാരം പറയും, ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാ പിറവികളും സുഹൃതത്തിലല്ല അവസാനിക്കുന്നതെന്ന്. എല്ലാ പിറവികളും സുഹൃതത്തിലല്ല അവസാനിക്കുന്നതെന്ന് എന്ന് വെച്ചാൽ, കുലീനമായി ആരംഭിച്ചതായ പല വ്യക്തികളും കുലീനതയിലല്ല അവസാനിച്ചിട്ടുള്ളത്, നികൃഷ്ടമായിട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. എന്നാൽ നികൃഷ്ടമായിട്ട് തുടങ്ങിയ പല ജീവിതങ്ങളും കുലീനതയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ആരംഭത്തിൽ വളരെ നികൃഷ്ടമായ രീതിയിലായിരുന്നു, ഒരു സാക്ഷ്യമില്ലാത്തതായിരുന്നു. പക്ഷേ അവസാനം അത് മനോഹരമായിരുന്നു, കുലീനമായ രീതിയിലാണ് അവസാനിച്ചതെന്ന് പറയും. നമുക്കറിയാം, വേദപുസ്തകം വായിച്ചാൽ നമുക്കറിയാമല്ലോ ഇഫ്താഹിൻ്റെ കാര്യവും. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നികൃഷ്ടമായ ജന്മം തന്നെയായിരുന്നല്ലോ. ഇഫ്താഹ് ഒരു വേശ്യയുടെ മകനായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം അവസാനം ഒരു കുലീനത്വമുള്ളതായിരുന്നു. ആത്മീയമായ ഒരു ശോഭയുള്ള അവസാനമാണ് അവർക്കെല്ലാം ഉണ്ടായത്. രൂത്തിനെ നാം നോക്കിയാൽ അപ്രകാരം ഒരു നിസ്സാരയായ ഒരു പെൺകുട്ടി, ഒരു പുറജാതിക്കാരിയായ ഒരു പെൺകുട്ടി, കൃപയാൽ അവൾ ദൈവരാജ്യത്തിൻ്റെ ആ വംശാവലിയിലേക്ക് എത്തുകയാണ്. വളരെ ശ്രേഷ്ഠമായ ഒരവസാനമാണ് ഉണ്ടാകുന്നത്. ദാവീദിന് ലഭിക്കുന്നത് തന്നെയാണ്. ദാവീദും 8 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും കഴിവ് കുറഞ്ഞവനുമായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസാനമാണ് ദാവീദിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ മർമ്മങ്ങളാണ്. നമ്മുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയിലും നിങ്ങളുടെ മക്കളും രക്ഷിക്കപ്പെട്ടവരും സമർപ്പണമുള്ളവരുമായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭവനത്തിൽ ഇന്നുള്ളതായ സമാധാനവും ഇന്നുള്ളതായ ശാന്തിയും ദൈവസ്നേഹവും നിലനിൽക്കുകയുള്ളൂ. അപ്പൻ്റെ കാലത്തെ സൗഹൃദം കൊണ്ട് എന്നും നിലനിൽക്കാൻ പറ്റുകയില്ല. ഓരോ തലമുറയിലും കുടുംബങ്ങളിൽ മാനസാന്തരം നടക്കണം, സഭയിൽ മാനസാന്തരം ഉണ്ടാകണം. പിതാക്കന്മാരുടെ ഓർമ്മ കൊണ്ട് മാത്രം ഒരു സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. ഓരോ തലമുറയിലുമുള്ളതായ ആചാര്യന്മാർ ദാവീദിന് ദൈവം കൊടുത്ത ആ മർമ്മം ഓർപ്പിച്ചുകൊണ്ട് അവർ വിശുദ്ധരായിട്ട് ജീവിക്കണം. ദൈവമക്കളെ, ആരംഭം എത്ര ചെറുതായാലും അവസാനം ഏറ്റവും ശ്രേഷ്ഠമാകാൻ സാധിക്കും. അതാണ് സുവിശേഷം തരുന്നതായ ഏറ്റവും വലിയ വാഗ്ദത്തം. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ചെറുതായിരിക്കും. പഠനം തുടങ്ങിയ കാലത്ത് ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കും. പക്ഷേ പഠിച്ച് സമർപ്പണമെടുത്ത് രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വന്ന് പഠിച്ച് പോകുമ്പോൾ ഉയർന്നുയർന്നു പോകുന്നതായ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് മനുഷ്യന് ചെയ്യുന്നതായ വലിയ നന്മയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം മനുഷ്യ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു, നന്മയിലേക്ക് മാറ്റിയെടുക്കുന്നു. സമർപ്പണങ്ങൾ ദൈവം കൊടുക്കുന്നു. ആ സമർപ്പണങ്ങളുടെ ഫലമായി വ്യക്തിത്വം മാറുന്നു, രൂപാന്തരം നടക്കുന്നു, പാപസംബന്ധമായ സമർപ്പണങ്ങളുണ്ടാകുന്നു. പാപം എൻ്റെ മേൽ വാഴരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ സമർപ്പണമെടുത്ത ദൈവമക്കൾക്ക് എൻ്റെ മേൽ പാപം നിൽക്കരുതേ, പാപം വാഴരുതേ. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഒരാട് ചെളിയിൽ വീണു പോയാൽ അത് ചെളിയിൽ വീണു പോയേക്കാം ഒരാട്, പക്ഷേ അത് എഴുന്നേറ്റ് കുടഞ്ഞു കളഞ്ഞ് അത് പിന്നീട് വീഴാതെ സൂക്ഷിക്കും. മറിച്ചൊരു പന്നിയാണെങ്കിലോ ആ കുഴിയിലേക്ക് പിന്നെയും ചാടിക്കൊണ്ടിരിക്കും. അതാണ് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം.
യഥാർത്ഥമായ രക്ഷയുടെ അനുഭവമുള്ളവരാണെങ്കിൽ അവർ വീണ പാപത്തിൽ അവിടെ കിടക്കുകയില്ല. അവർ ഭവനത്തിൽ സംസാരിച്ചു വന്നപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടർച്ച വന്നു കാണും, അപ്പനും മക്കളും തമ്മിൽ ഇടർച്ച വന്നു കാണും. എത്രയും വേഗം അവർ തിരുത്തുന്നവരായിരിക്കും, അവർ ക്ഷമ ചോദിക്കുന്നവരായിരിക്കും. അവർക്ക് ക്ഷമ ചോദിക്കാൻ മടിയുണ്ടാവില്ല, ലജ്ജയുണ്ടാവില്ല. തെറ്റുപറ്റിപ്പോയെന്ന്, ഇന്ന കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. നിങ്ങൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാലും ശരി, നിങ്ങളുടെ തെറ്റ് നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ നിങ്ങൾ ലജ്ജയുള്ളതിനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷയുടെ സന്തോഷം എന്തെന്ന് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയല്ല. അതാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ഈ ശ്രേഷ്ഠമായ അനുഭവമാണ്. 18-ാം സങ്കീർത്തനം എടുക്കാം. അതിൻ്റെ 4-5 വാക്യം നമുക്ക് വായിക്കാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. മരണപാശങ്ങൾ, ദാവീദിൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ ജീവിതം. ശൗൽ രാജാവ് തന്നെ കൊല്ലുമെന്ന് ദാവീദ് മിക്കവാറും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശൗൽ രാജാവ് തന്നെ കൊന്നുകളയും. ദാവീദിന് ഉറപ്പായിരുന്നു അത്. യോനാഥാനോടെല്ലാം ദാവീദ് പറയുന്നുണ്ടല്ലോ, നീ രാജാവിൻ്റെ മകനായതുകൊണ്ട് ജീവിക്കും, പക്ഷേ എനിക്കും മരണത്തിനുമിടയിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ദാവീദ് യോനാഥാനോട് അപ്രകാരം പറയുന്നുണ്ട്. പക്ഷേ ശൗലിന് ദാവീദിനെ കൊല്ലാൻ സാധിച്ചില്ല. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നവനാണ്. ജീവനുള്ള ദൈവം, ദാവീദിൻ്റെ ആയുസ് ദൈവത്തിന് ആവശ്യമാണ്, ദാവീദിൻ്റെ ജീവിതം ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ശൗലിൻ്റെ കുന്തത്തിന് ദാവീദിനെ തൊടാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ദാവീദിൻ്റെ മരണപാശങ്ങൾ, മരണവേദന അതുകൊണ്ട് തീരുന്നില്ല. അടുത്ത വേദന നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കാം. 2 ശമൂവേൽ 15:14. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോടുകൂടിയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിൻ്റെ വായ്ത്തരിയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവിനെന്ന് പറഞ്ഞു. ദാവീദിന് മരണഭയം. ഇപ്പോൾ ദാവീദിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അബ്ശാലോമാണ്. അബ്ശാലോം രാജകുമാരനാണ്, സ്വന്തം മകനാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ എളുപ്പമല്ല. ദാവീദ് കൊട്ടാരം വിട്ട് പോവുകയാണ്. യെരൂശലേമിൽ കൊട്ടാരം വിട്ട് ദാവീദ് ഓടിപ്പോകുന്ന രംഗമാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദാവീദിന് പിന്നെയും ആ മരണഭയത്തിലേക്ക് പോകേണ്ടി വന്നത്? അത് നാം മനസ്സിലാക്കണമെങ്കിൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യം വായിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെയാണ് ദാവീദിന് പാളിച്ചകൾ സംഭവിച്ചത് നമുക്കൊന്ന് കേൾക്കാം. നീ എന്നെ നിരസിച്ച് ഹിത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ദാവീദിനുണ്ടായിരുന്നു. നമുക്ക് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എടുക്കാം. 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും. ദൈവനുള്ള ദൈവം ദാവീദിൻ്റെ ഗ്രഹത്തെക്കുറിച്ച്, ആ ഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ദാവീദിന് വാഗ്ദത്തം കൊടുത്തിരുന്നു. 23-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ യഹോവേ, ഇപ്പോൾ നീ അടിയനെയും അടിയൻ്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനം എന്നേക്ക് സ്ഥിരമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും അതിൻ്റെ ആത്മീയമായ പശ്ചാത്തലത്തെക്കുറിച്ചും ദൈവാനുഗ്രഹത്തെക്കുറിച്ചെല്ലാം ദാവീദിന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിരുന്നു, ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ചു തന്ന വീട് ദാവീദ് അരുതാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ദൈവം അനുഗ്രഹിച്ച ഗ്രഹം തന്നെയാണത്, ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത വീടാണത്. പക്ഷേ അവിടെ ആ ഗ്രഹം തന്നെ ദാവീദ് പാപത്തിനു വേണ്ടി ആ ഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പണിതു തന്ന വീട് നിങ്ങൾ മദ്യപാനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഭാര്യയെ തല്ലാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് തുടങ്ങിയതായ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ വിറ്റ് തുളച്ച കുടുംബങ്ങളെ അറിയാം. അന്നവർ ഒന്നായിരുന്നു, ഭാര്യയും ഭർത്താവ് ഒന്നായിരുന്നു. ഇപ്പോൾ അവർ ഡൈവേഴ്സ് ചെയ്ത് രണ്ടായിപ്പോയി.
ദൈവം കൊടുത്തതാണ്, പക്ഷേ മനുഷ്യൻ നശിപ്പിക്കുന്നു. അതുതന്നെയാണ് ദാവീദ് ചെയ്തത്. ദൈവം അനുഗ്രഹിച്ചാണ് ഭവനം കൊടുത്തത്, പക്ഷേ ആ ഭവനത്തെ ദാവീദ് തൻ്റെ പാപത്തിന് വേണ്ടി അതേ ഭവനത്തെ ദാവീദ് നശിപ്പിച്ചു കളഞ്ഞു. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുത്തു. ജീവനുള്ള ദൈവം ദാവീദിനോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ദാവീദ് അനുഭവിച്ചു. ദാവീദിൻ്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ ദാവീദിൻ്റെ ഗ്രഹം പിന്നീട് ഒരിക്കലും പഴയതുപോലെയായില്ല. ദാവീദിൻ്റെ പാപം ക്ഷമിച്ചു കിട്ടി. ദാവീദിൻ്റെ ആത്മാവിൽ വന്ന കേട് മാറിക്കിട്ടി. പക്ഷേ ദാവീദിൻ്റെ ഗ്രഹത്തിന് വന്ന കേട് മാറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ആത്മീയ മർമ്മമാണ്. നാം പാപം ചെയ്യുന്നു. നാം ഏറ്റുപറയുമ്പോൾ കരുണയുള്ള ദൈവം പാപം ക്ഷമിച്ചു തരുന്നു. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകലീനീതിയും പോക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ദൈവം ദാവീദിന് പാപം ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ ദാവീദിൻ്റെ ഗ്രഹത്തെക്കുറിച്ച്, ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഗ്രഹത്തെക്കുറിച്ച് ദൈവം വേദനയോടെ ചിലത് പ്രസ്താവിച്ചു. അതിന് മാറ്റം വന്നില്ല. ദാവീദിൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു. ദാവീദിൻ്റെ ഗ്രഹം തകർന്ന് തരിപ്പണമായിപ്പോയി. നമുക്കറിയാമല്ലോ, ദാവീദിൻ്റെ മക്കളുടെ സ്വഭാവം നല്ല മൂർച്ചയുള്ള വാള് പോലെയായിപ്പോയി. മൂർച്ചയുള്ള വാള് പോലെയായിപ്പോയി മക്കളുടെ സ്വഭാവം. അവർ തമ്മിൽ ഭിന്നതയായി. അവർ തമ്മിൽ വൈരാഗ്യമായി. അവർ തമ്മിൽ കൊല്ലുന്നവരായിപ്പോയി. ഒരു കുടുംബം എപ്പോഴാണ് നശിക്കുന്നത്? കുടുംബം നശിക്കുന്നത്, വലിയ വലിയ കുടുംബങ്ങൾ നശിക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, സിബ്ലിംഗ് ക്വാറൽ, സഹോദരന്മാർ തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്. ദാവീദിൻ്റെ ജീവിതത്തിൽ ആ കുടുംബത്തിന് അനർത്ഥം വരാനുള്ള കാരണം സഹോദരങ്ങൾ തമ്മിൽ വൈരാഗ്യത്തിലായി. ദാവീദിനെ കൊല്ലുവാനായിട്ട് അബ്ശാലോം ഇറങ്ങിത്തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഭക്തനായിരുന്നു. ഭക്തൻ്റെ മക്കൾ ഒലിവുതൈകൾ പോലെ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ടതായിരുന്നു. യഹോവഭക്തൻ്റെ മക്കൾ ഒലിവുതൈകൾ പോലെ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ ദാവീദ് പാപം ചെയ്തപ്പോൾ അവൻ്റെ മക്കൾ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുകയല്ല ചെയ്തത്. മക്കൾ തമ്മിൽ കൊലപാതകം, മക്കളപ്പനെ കൊല്ലുവാൻ വ്യഗ്രത പോകുന്നു. നീതിമാൻ്റെ ഗ്രഹത്തെക്കുറിച്ച് ദാവീദ് പലതും പാടി. നീതിമാൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നും നീതിമാൻ്റെ കൂടാരത്തെക്കുറിച്ച് എല്ലാം ദാവീദിന് പറയാനുണ്ടായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ കൂടാരത്തെക്കുറിച്ച് ദാവീദൊന്നും മിണ്ടിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുവീൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ പാപം നിങ്ങൾക്ക് ക്ഷമിച്ചു കിട്ടിയാലും നിങ്ങളുടെ ഭവനത്തിൽ വന്ന അനർത്ഥം മാറിക്കിട്ടണമെന്നില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഒലിവുതൈകളെപ്പോലെ ചുറ്റുമിരുത്തി ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ദൈവസന്നിധിയിൽ സന്തോഷിക്കാനോ ലഭിച്ചെന്ന് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദാവീദ് പറഞ്ഞത്, മരണപാശങ്ങൾ എന്നെ ചുറ്റി. മരണപാശങ്ങൾ ദാവീദ് അയവിറക്കുകയാണ്. കൃപയാൽ ദൈവം ദാവീദിനെ കൈവിട്ടില്ല. ദൈവം ദാവീദിനെ ആ സാഹചര്യത്തിലൂടെ ശുദ്ധീകരിച്ചെടുത്തു. അതാണ് ദൈവത്തിൻ്റെ വഴി. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മളെ ജീവിക്കാൻ അനുവദിച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കും. ജീവനുള്ള ദൈവം ദാവീദിനെ ശുദ്ധീകരിച്ചെടുത്തു. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പിൽക്കാലത്ത് ദാവീദിനെക്കുറിച്ച് ദൈവം പറയാനിട വന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് ആത്മീയം എന്ന് പറയുന്നത്. കുറേ പ്രാർത്ഥനകളല്ല, കുറേ പ്രസംഗമല്ല, കുറേ വഴിപാടുകളല്ല, കുറേ നേർച്ചകളല്ല, കുറേ അനുഷ്ഠാനങ്ങളല്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ സമർപ്പണമുള്ള ജീവിതമാണ്. സമർപ്പണങ്ങളെടുക്കുക, ആ സമർപ്പണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുക. ഇതാണ് യഥാർത്ഥമായ ആത്മീയം. അതാണ് കർത്താവായ യേശു കാണിച്ചു തന്നതായ സത്യാത്മീയം. മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന തൈകൾ പോലെ
അത് ഞാൻ നിൽക്കും, ഞാൻ യേശുവിനോട് ചേർന്ന് നിൽക്കും, ഞാൻ യേശുവിൻ്റെ മകനായി ജീവിക്കും, ഞാൻ യേശുവിൻ്റെ സ്വഭാവമുള്ളവനായി ജീവിക്കും. ആ സമർപ്പണങ്ങളാണ് കാര്യം. ദാവീദ് തന്നെ പറയുന്നുണ്ടല്ലോ, നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കിയെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമർപ്പണങ്ങളുണ്ടോ? നിങ്ങൾക്ക് തീരുമാനങ്ങളുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന സമർപ്പണ പ്രാർത്ഥനകളാണോ അതോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ? സമർപ്പണ പ്രാർത്ഥനകളിൽ നിന്ന് അധികം പേർക്കും അറിയില്ല. ഞാൻ ഇന്നതുപോലെ ജീവിക്കും, ഞാൻ ഇന്ന കാര്യം ചെയ്യുകയില്ല, ഞാൻ ഇന്ന കാര്യത്തിൽ ഇടപെടുകയില്ല, ഞാൻ എൻ്റെ നാവ് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ ശരീരം അഴുക്കാക്കുകയില്ല. ഇങ്ങനെയുള്ളതായ ഭക്തിയൊന്നും ഇന്നത്തെ ആളുകൾക്ക് പരിചയമില്ല. സഹോദരന്മാരെ, നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച ആ ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സമർപ്പണങ്ങളുണ്ടോ? നിങ്ങളുടെ സ്വഭാവം സംബന്ധിച്ച്, നിങ്ങളുടെ ഭവനത്തിലെ പെരുമാറ്റം സംബന്ധിച്ച്, ദൈവം തന്ന ഭവനത്തിൽ ഞാൻ ഇന്നതുപോലെ അവിടുത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമർപ്പണങ്ങളുണ്ടോ? നമുക്ക് സമർപ്പണങ്ങളെടുക്കാം, നമുക്ക് തീരുമാനങ്ങളെടുക്കാം. കർത്താവേ, എൻ്റെ നാവ് അരുതാത്തതിലേക്ക് പോവില്ല, എൻ്റെ കൈ അരുതാത്തത് തൊടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഹൃദയത്തിൽ അരുതാത്ത ചിന്തയ്ക്ക് ഞാൻ ഇടം കൊടുക്കുകയില്ല, എൻ്റെ കണ്ണെഴുതാത്തത് നോക്കാനായിട്ട് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ഭരണപാശങ്ങൾ ദാവീദിനെ വലയം ചെയ്തത് ദാവീദ് വേദനയോടെ ഓർത്തു. കൃപയാൽ ദാവീദിനെ ദൈവം രക്ഷിച്ചു. സഹോദരങ്ങളെ, നമുക്ക് സമർപ്പണങ്ങൾ പറയാം. യേശുവേ, ഞാനൊരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു ശുദ്ധിമതിയാകാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കെട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.